പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നൊരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, നമുക്കിവിടെ അമ്മമ്മയും വല്യമ്മയുണ്ട്. അത് ഇന്നലെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണിയും പിന്നെ പായസമൊക്കെ ആയിട്ട് ഇന്നൊക്കെ ഇവിടെ കൂടാൻ വിചാരിച്ചു. അത് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് അതാണ് ഒരു ഇതിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അമ്മല്ല, അമ്മയ്ക്ക് ഇന്നും തിരക്കാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് ഫുൾ കുക്കിംഗ് മൊത്തം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ ഓൾറെഡി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ട സെറ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബിരിയാണി ഉണ്ടാക്കാൻ പോകും. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, എന്താവും എന്നറിയില്ല, നോക്കുക. അങ്ങനെ നമ്മൾ മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ ഇതാക്കുന്നത്, അതുകൊണ്ടാണ് ചട്ടിക്ക് ആ കളറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും വെട്ടി തിളയ്ക്കുന്നുണ്ട്. ചോറിന് അരിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണിയിൽ അങ്ങനെ കിട്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും കിട്ടുന്ന എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ സാധനം ഉള്ളതുകൊണ്ട് ഒരു അലങ്കാരത്തിന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വറുത്ത് കോരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസത്തിനുള്ള പരിപാടിയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. എലൈറ്റിൻ്റെ പാലട പായസം മിക്സാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പാലട മാത്രമേ എല്ലാവരും കുടിക്കുള്ളൂ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും അതാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി ദം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു വെക്കുന്നതിൻ്റെ ആ വെച്ചതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയും തിളയ്ക്കുന്നുണ്ട്. അതിലിനി നമ്മൾക്ക് നെയ്യ് ഒഴിച്ചൊന്ന് കുറച്ചും കൂടെ ഒരു വേവ് ആവാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചിട്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദമ്മിടൽ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയമ്മേനോട് തേങ്ങ ചിരവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരണവർ ഇവിടെ ഇടയ്ക്ക് വരിക പോകുക അങ്ങനെ വന്ന് നോക്കിയാലും പോകലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മമ്മ ടി വിയിൽ മുഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഈ ചമ്മന്തി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ, പുതിന ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു, വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചള്ളാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട്, നമ്മൾ ബിരിയാണി ദമ്മിട്ടു, പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ ഫുഡ് വിളമ്പി കേട്ടോ. കാരണം അമ്മമ്മയ്ക്കും വല്യമ്മയ്ക്കും പോവേണ്ടതുകൊണ്ട് നമ്മൾ വേഗം ആയതും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ വിളമ്പി. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റിൽ കിട്ടുന്ന ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിരിയാണി സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് പായസം ഒന്ന് ആറി കഴിഞ്ഞപ്പോൾ നമ്മൾ പായസവും കുടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം കഴിച്ച് മധുരത്തോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ലല്ലോ. ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചു. ഇപ്പം എന്താ പായസം കൂടെ റെഡി ആയിട്ടുണ്ട്, ഇനി ഇതും കൂടെ കുടിക്കുക. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്മമ്മയും വലിയമ്മയൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.